ഹലോ ഓൾ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഫാർമസി കോഴ്സുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കറൻറ്റ് റിയാലിറ്റി എന്താണ്, ഫാർമസി കോഴ്സ് എങ്ങനെയാണ്, പഠിക്കാൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് കാഴ്ചപ്പാടുകളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളാദ്യം ഫാർമസിയെ കുറിച്ചിട്ട് അക്കാഡമിക്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അതായത് ഫാർമ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡി ഫാം ഉണ്ട്, ബി ഫാം ഉണ്ട്, അതുപോലെ തന്നെ ഫാം ഡി ഉണ്ട്, പിന്നെ എം ഫാം ഉണ്ട്, പിന്നെ ഫാം ഡി പി ബി, അതുപോലെ തന്നെ ബി ഫാമിൽ തന്നെ ലാറ്ററൽ എൻട്രി ഒക്കെ ഉണ്ട്. അതായത് ഡി ഫാം എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. അതായത് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് നമുക്ക് ഫാർമസികളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ഫാം പഠിക്കുന്നത്. അതുപോലെ തന്നെ ബി ഫാം എന്ന് പറഞ്ഞാൽ 4 വർഷം വരുന്ന കോഴ്സാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കുഹാസിൻ്റെ അണ്ടറിലാണ് ബി ഫാം ഫാം ഡി ഒക്കെ വരുന്നത്. അപ്പോൾ പറഞ്ഞാൽ 4 വർഷത്തെ പഠനമാണ്. പിന്നെ ഫാം ഡി എന്ന് പറയുമ്പോൾ 5 വർഷത്തെ പഠനവും 1 വർഷം ഇൻറ്റേൺഷിപ്പുമാണുള്ളത്. പിന്നെ ഫാം ഡി പി ബി എന്ന് പറയുമ്പോൾ ബി ഫാം കഴിഞ്ഞ ഒരാൾക്ക് ഫാം ഡിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫാം ഡിയുടെ ഒരു 4ാമത്തെ വർഷത്തിലായിട്ടാണ് ഇവർ കയറുക. അതുപോലെ തന്നെ ബി ഫാം ലാറ്ററൽ എൻട്രി ഉണ്ട്. അതായത് ഡി ഫാം കഴിഞ്ഞ ഒരാൾ ബി ഫാം സെക്കൻഡ് ഇയറിൽ ആയിട്ടാണ് ലാറ്ററൽ എൻട്രി ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് ഫാർമസിയുടെ ഡിഫറെൻറ്റ് അക്കാഡമിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി ഒക്കെ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ബി ഫാമിനൊക്കെ ആണെങ്കിൽ കീം എക്സാം ഉണ്ട്, കേരള എൻട്രൻസ് എക്സാം ഉണ്ട്. അത് എഴുതിയിട്ട് അതിനുള്ള റാങ്ക് അനുസരിച്ചിട്ടാണ് മെറിറ്റ് സീറ്റിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അല്ല മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ നമുക്ക് ഈ എക്സാം ഇല്ലാണ്ട് തന്നെ ഓരോ കോളേജിൻ്റെയും ഓരോ മാനദണ്ഡങ്ങളുണ്ടാവും. അതായത് ഇത്ര മാർക്ക് വേണം, ഇത്ര പെർസെൻറ്റേജ് വേണം, അങ്ങനെ അതിനനുസരിച്ചിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിലും കയറാൻ പറ്റും. ആക്ച്വലി അതിന് ഡൊണേഷൻ വരും. അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡൊണേഷൻ ഉണ്ടാവുക. പിന്നെ പറഞ്ഞാൽ ഡി ഫാം LBS വഴി അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. പിന്നെ ഫാം ഡി പി ബി ഇതൊക്കെ മാനേജ്മെൻറ്റ് വഴിയാണ് കൂടുതലായിട്ട് അഡ്മിഷൻ ഉണ്ടാവാറ്. കീമിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് ഫീസുമാണുള്ളത്. ഇപ്പോൾ ഡി ഫാമിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബി ഫാമിനാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 1,34,000, 1,26,000, 24,000, 1,00,000 അങ്ങനെയൊക്കെ ആയിരുന്നു ഫീസ് ഉണ്ടായിരുന്നത് 4 വർഷം. ട്യൂഷൻ ഫീ ആയിട്ട് തന്നെ ഒരു 5-5.5 ലക്ഷത്തോളം വരുന്നുണ്ട് ബി ഫാമിന്. ബാക്കിയുള്ള കോഴ്സുകൾ ഫാം ഡി ഒക്കെ ആണെങ്കിൽ ബി ഫാമിനേക്കാളും കൂടുതലാണ് ഫീസ് വരുന്നത്. ഇനി ഓരോന്നും ഇപ്പോൾ ബി ഫാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫാർമസിയിൽ നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് ഇൻഡസ്ട്രിയിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഫാർമസി സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ പറ്റും. പിന്നെ ഫാം ഡി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഓഫ് ഫാർമസിയാണ്. ആക്ച്വലി അത് കുറച്ചും കൂടി വർഷം പഠിക്കാനും ചിലവും ഒക്കെ വരുന്നൊരു കോഴ്സാണ്. അതുപോലെ തന്നെ ആക്ച്വലി ഓവർ ക്വാളിഫൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലായിട്ട് ഫാം ഡിക്ക് സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഫാം ഡിയുടെ ഒരു വെർത്തിനെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അബ്രോഡാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബി ഫാം പറഞ്ഞാൽ ഞാൻ അഡ്മിഷൻ എടുത്തത് കീം എക്സാം വഴിയായിരുന്നു. കീം എക്സാമിൽ റാങ്ക് വെച്ചിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. പ്രൈവറ്റ് കോളേജിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. പിന്നെ എന്തുകൊണ്ട് ബി ഫാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല ശരിക്കും എന്താണ് എടുക്കേണ്ടതെന്ന്.
ഞാൻ എല്ലാതും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. LBS അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ബാച്ചിലർ ഇൻ സയൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് ഫാർമസി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫാർമസി എടുത്തത്. പിന്നെ സിലബസ് ആൻഡ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ 8 സെമസ്റ്ററാണുള്ളത് ഫാർമസി. 8 സെമസ്റ്റർ, 4 വർഷം അല്ലെങ്കിൽ 4.5 വർഷത്തോളം ഞങ്ങൾക്ക് എടുത്തു കോവിഡ് കാരണം. ഒരു നവംബറിൽ അഡ്മിഷൻ എടുത്ത ഞാൻ 2020 നവംബറിൽ അഡ്മിഷൻ എടുത്ത എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയത് 2025 ഏപ്രിലിലായിരുന്നു. അതായത് അക്കാഡമിക് ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 വർഷത്തോളം B.Pharm എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കോവിഡ് കാരണം. ഇനി 8 സെമ്മാണുള്ളത്. 8 സെമ്മിൽ 4 വർഷം, അതായത് 6 മാസമാണ് ഒരു സെം ഉണ്ടാവുക. പിന്നെ ഇനി നമ്മൾ ഓരോ സെമ്മിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 4 വിഷയമാണ് ഉണ്ടായിരുന്നത്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഇനോർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്സ്, അങ്ങനെ ആയിരുന്നു നമുക്ക് വിഷയങ്ങളുണ്ടായിരുന്നു. ഇനി ഈ ഒരു 6 മാസത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 സെഷണൽ എക്സാം ഉണ്ടാവും. അതായത് ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടിയിട്ട് 2 സെഷണൽ എക്സാം, തിയറി ഉണ്ടാവും, 2 എണ്ണം പ്രാക്ടിക്കൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. 75 മാർക്കിന് തിയറിയിൽ, 25 മാർക്ക് നമുക്ക് അസസ്മെൻറ്റ്, അതായത് ഇൻറ്റേർണൽ മാർക്കായിരിക്കും. അങ്ങനെ 100 മാർക്കിനാണ്. അതിൽ 50% നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എക്സാം പാസ്സാവും. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇനി ഫാർമസി എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാർമസ്യൂട്ടിക്സ് തന്നെയാണ്. പിന്നെ ഫാർമക്കോളജി ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ട്, പിന്നെ ഫാർമസി പ്രാക്ടീസ് ഉണ്ട്, പിന്നെ ഫാർമക്കോഗ്നോസി, അങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് ഫാർമക്കോളജിയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ സ്പെഷ്യലൈസേഷൻ ആയിട്ട് വീണ്ടും ഉണ്ട്. അതായത് ഫാർമസ്യൂട്ടിക്സ് ആണെങ്കിൽ റെഗുലേറ്ററി അഫെയർസ് ഉണ്ട്, അതുപോലെ ഫോർമുലേഷൻ ആയിട്ടുണ്ട്. ഇനി ഫാർമസി പ്രാക്ടീസ് ആണെങ്കിൽ ഫാർമക്കോ വിജിലൻസ്, അങ്ങനെ സ്പെഷ്യലൈസേഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് 3rd ഇയറിലാവുമ്പോൾ നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. പിന്നെ ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഒരു 5.5 ലക്ഷത്തോളം ട്യൂഷൻ ഫീ വരുന്നുണ്ട്. പിന്നെ കൂടാതെ എക്സാം ഫീ കാര്യങ്ങൾ അങ്ങനെയും ഉണ്ട്. ഇനി പ്ലേസ്മെൻറ്റ് ആൻഡ് ജോബ് റിയാലിറ്റി ആഫ്റ്റർ B.Pharm എന്ന് പറയുമ്പോൾ നമുക്കാദ്യം ഏതൊക്കെ ജോബ് പൊസിഷൻസ് ആണുള്ളത് നോക്കാം. കൂടുതൽ പേര് ഒപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഫാർമസിസ്റ്റായിട്ട് പോകുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ പോകുന്നവരുണ്ട്. ഇൻഡസ്ട്രിയിൽ QA/QC ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടും ഒക്കെ പോകുന്നവരുണ്ട്. പിന്നെ കുറച്ച് പേര് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകും. പിന്നെ കുറച്ച് പേര് PSC വഴി ജോബ് കിട്ടാൻ പോകും. കുറച്ച് പേര് ഹയർ സ്റ്റഡീസിന് പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ള ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത റിയാലിറ്റി അല്ലെങ്കിൽ B.Pharm കഴിഞ്ഞിട്ടുള്ളൊരു ജോബിന് നമുക്ക് കിട്ടുന്ന സാലറി ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് B.Pharm കഴിഞ്ഞ പാട് പറഞ്ഞാൽ നമ്മൾ ഫ്രഷറാണ്. ഒരു ട്രെയിനി പോസ്റ്റിലൊക്കെയാണ് അധികം ജോബ് കിട്ടാറ്. ഇനി ഫാർമസിയിലാണെങ്കിൽ സാലറി പറയുമ്പോൾ 10,000 രൂപയ്ക്ക് ജോബ് ചെയ്യുന്നവരുണ്ട്, 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ 5,000 രൂപക്കും ഒക്കെ B.Pharm കഴിഞ്ഞിട്ട് ജോബിന് കയറിയവരുണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോൾ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കയറുന്നവരുണ്ട്. അവർക്കാവുമ്പോൾ കുറച്ചും കൂടി
സാലറി ഉണ്ടാവും. ഒരു 15 to 20K ഒരു ഫാർമസി ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഇനി ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സാലറി ഉണ്ടാവും. പക്ഷെ എന്നാലും ഹോസ്പിറ്റലിലും 10,000 13,000 അങ്ങനെയൊക്കെ കയറിയ കുട്ടികളുണ്ടായിരുന്നു ഫ്രഷറായിട്ട്. അവർക്കിനി 6 മാസം കഴിഞ്ഞിട്ടും 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സാലറി റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിലും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ ആയിരിക്കും ജോലി കിട്ടുക. പക്ഷേ 20,000 രൂപ സാലറി ഒക്കെ ആയിരിക്കും. കുട്ടികളത് പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത്. കാരണം അവിടെ സർവൈവൽ എന്നുള്ള കോസ്റ്റും അതുപോലെ തന്നെ സാലറിയും തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പേര് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോബ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് പാർട്ട് ടൈമായിട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ടൈമായിട്ട് ഫാർമസിസ്റ്റും പിന്നെ രാവിലെ സമയത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടും ഒക്കെ ജോബ് ചെയ്യുന്നവരുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആണ്. പിന്നെ PSC വഴി ജോബ് കയറുന്നവരുണ്ട്. അത് പറഞ്ഞാൽ PSC നമുക്ക് കിട്ടിയാൽ 35,000 ആണ് നമുക്ക് സ്റ്റാർട്ടിങ്. പിന്നെ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇൻഡസ്ട്രിയിലാണേലും കേരളത്തിലൊക്കെയാണ് ഇൻഡസ്ട്രിയിലെങ്കിൽ നമുക്ക് 15,000 അല്ലെങ്കിൽ അതിന് താഴെയാണ് എക്സ്പെക്റ്റ് ചെയ്യുക. അതേപോലെ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 20,000 അതൊക്കെയാണ് ഫ്രഷേഴ്സിന് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സാലറി. പിന്നെ കുറച്ച് പേര് MPharm ആ രീതിയിലേക്ക് പോകും. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് PhD എടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിയാലിറ്റി. പിന്നെയും പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കുറച്ച് കോളേജസ് ഉണ്ട്. നൈപ്പേഴ്സ് അതുപോലെ തന്നെ JSS കോളേജൊക്കെ പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന കോളേജസാണ്. അതുപോലെ IIT BHU അതുപോലെ ICT ബോംബെ അവിടെയൊക്കെ കുട്ടികൾ പ്ലേസ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അതായത് BPharm കഴിഞ്ഞാൽ നല്ലൊരു സാലറിയിൽ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് വളരെ വളരെ കുറവാണ്. തുടക്കത്തിൽ 2 വർഷം ഒരു സ്ട്രഗിള് BPharm കഴിഞ്ഞാലും ഉണ്ട്. പിന്നെ കുറച്ച് പേര് പറഞ്ഞാൽ ഫാർമസിസ്റ്റായിട്ട് 2 വർഷം എക്സ്പീരിയൻസ് എടുക്കും. എന്നിട്ട് MOH DHA എക്സാംസ് എഴുതി ക്വാളിഫൈ ആയിട്ട് ഗൾഫ് കൺട്രീസിൽ ഫാർമസിസ്റ്റ് ആവാൻ നോക്കുന്നവരാണ്. പക്ഷെ അതും ഇപ്പോൾ സാച്ചുറേഷൻ വരുന്നുണ്ട്. അതായത് പെട്ടെന്നൊന്നും അങ്ങനെ ജോബ് കിട്ടുന്നില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ സാലറി കുറവിലാണ് കൂടുതലായിട്ടും കയറി കണ്ടിട്ടുള്ളത്. പിന്നെ MPharm കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് ആ ഒരു പൊസിഷനിലും കയറാൻ പറ്റും. ഈ ടീച്ചിങ്ങിനാണെങ്കിൽ സ്റ്റാർട്ടിങ് 25,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ BPharm കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രാജുവേറ്റിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും ക്വാളിഫിക്കേഷൻ നേടിയിട്ടൊക്കെയാണ് കൂടുതലായിട്ടും സാലറി റൈസ് ചെയ്യാൻ പീപ്പിൾ നോക്കാറുള്ളത്. പക്ഷെ ഫാർമസിയിൽ നമ്മൾ ജോബിന് കയറിയിട്ട് കുറച്ച് വർഷം 2 വർഷത്തോളം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് പറയാം. അതായത് 2 വർഷം എക്സ്പീരിയൻസ് കിട്ടിയാൽ അതിൽ എത്രത്തോളം നമുക്കൊരു ഇതുണ്ടെങ്കിൽ ഫാർമസിയിലാണെങ്കിൽ നമുക്ക് 20,000 സാലറി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിലാണെങ്കിൽ പൊസിഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 25,000 എബവ് ആയിട്ട് സാലറി ഉണ്ടാവും. പിന്നെ ടീച്ചിങ്ങിലാണെങ്കിൽ ഓരോ സെം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ കോളേജിനനുസരിച്ച് സാലറിയിൽ റൈസ് ഉണ്ടാവും. ഇനി കമ്പനീസിൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും അവരുടെ പോളിസി അനുസരിച്ച് ഓരോ വർഷം കൂടുന്തോറും സാലറിയിൽ എത്ര പെർസെൻറ്റേജ് നല്ല രീതിയിൽ സാലറി കൂടും. അതായത് ഒരു കമ്പനിയിലൊരു 3-4 വർഷം നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സാലറിയിൽ നല്ലൊരു ഹൈക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യും. കാരണം ഉള്ള സാലറിയുടെ എത്ര പെർസെൻറ്റേജാണ് ഓരോ വർഷം കൂടുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ലൊരു എമൗണ്ടായിട്ടത് മാറും. അങ്ങനെയൊക്കെയാണ്. അതായത് അത്യാവശ്യം അങ്ങനെ എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ക്വാളിഫിക്കേഷൻ കൂട്ടുമ്പോഴും ഒക്കെ സാലറി ഇൻക്രീസ് ആവുന്നുണ്ട് ഫാർമസി ഫീൽഡിൽ. പക്ഷെ അതിന് വേണ്ട ഒരു പേഷ്യൻസും കാര്യങ്ങളും
ഒക്കെ വേണം. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ B.Pharm പഠിച്ചാലും എങ്ങനെയാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ സാലറി ഉള്ള അല്ലെങ്കിൽ നല്ല കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ജോബ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഗവൺമെൻറ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി ട്രൈ ചെയ്യുക. അതായത് RRB ഫാർമസിസ്റ്റ്, എയിംസ് ഫാർമസിസ്റ്റ്, അതിനൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി നല്ല സാലറിയും കുറച്ചും കൂടി നല്ല ഇൻസെൻറ്റീവ്സും, അതുപോലെ തന്നെ ട്രാവൽ, അതുപോലെ നമ്മുടെ ഹോം അലവൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒന്നാണ്. പിന്നെ PSC ട്രൈ ചെയ്യാം, അതുപോലെ PhD ട്രൈ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ടും ജോബ് ലിങ്ക്ഡിൻ വഴിയാണെങ്കിലും അങ്ങനെയൊക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് PG ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇത് പറഞ്ഞാൽ സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അത് ഓരോ സമയത്തിനനുസരിച്ചിട്ടും പ്ലേസ്മെൻറ്റ് കമ്പനികൾ വരുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ അവരെത്ര ഓഫർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കമ്പനീസ് 4.5, ചില കമ്പനീസ് 5 LPA, ചില നോൺ കോറിനാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ട്, 8 LPA ഒക്കെ. കോർ ജോബ്സിനാണ്, അതായത് വെറ്റ് ലാബിനാണ് കുറച്ചും കൂടി കുറവായിട്ടുള്ള സാലറി ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് റിയാലിറ്റി. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ഡിഗ്രി കിട്ടണം, പെട്ടെന്ന് സാലറി കിട്ടണം നല്ല രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഫാർമസിയിൽ കുറവാണ്. കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ കൂടുതലായിട്ടും റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഫാർമസിസ്റ്റ്, അതും ഒരു എല്ലാവർക്കും നല്ല സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല. അതവർ നിൽക്കുന്ന ഫാർമസി എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫാർമസിയിൽ പഠിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി അത്യാവശ്യം പഠിക്കാനുണ്ട്. 8 സെമ്മിലായിട്ട് 4 വിഷയങ്ങൾ വരുന്നുണ്ട്. ഇനി 3rd ഇയർ ഒക്കെ ആകുമ്പോൾ 6th സെമ്മിൽ ഒരു 6 വിഷയം വരുന്നുണ്ട്. അപ്പം അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഞാൻ പറയുന്നില്ലേ എപ്പോഴും പഠിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ എക്സാമിൻ്റെ ഒരു സ്റ്റഡി ലീവും എക്സാമിൻ്റെ ടൈമിലും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ എഴുതാൻ പറ്റണം, അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫാർമസി പഠിക്കുകയാണെങ്കിലും 4 വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കരിക്കുലറായിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡിനെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡും കൂടും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഫാർമസി പഠിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ പറയുക ഇപ്പോഴെന്നെ നോക്കുക, അതായത് ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്, ജോബ് വേണോ, ഹയർ സ്റ്റഡീസ് വേണോ, ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടാൻ പറ്റുക, ഇനി ജോബാണെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് എവിടെ എനിക്ക് എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു എയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ B.Pharm ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ സ്വയം ഒന്ന് വിശകലനം ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് കോഴ്സ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ പഠിക്കുകയാണെങ്കിൽ അതെങ്ങനെ വെളുത്താക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു, ബൈ.